ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സിനിമ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ദുഷ്കരമായ ഒരു മേഖല. എന്നിട്ട് ആ സിനിമയിൽ എത്തിപ്പെടുക, അവിടെ സർവേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് എത്തി വന്ന നായികമാർക്കൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ എന്നും തിരിച്ചറിയാൻ പറ്റാണ്ട് പലരും പല ചതിക്കുകളിലും പോയി വീണ ഒരു കാലഘട്ടമൊക്കെ ഏർപ്പെടുത്തി. പക്ഷെ ഇന്ന് വരുന്ന യുവതി യുവാക്കൾക്കൊക്കെ വലിയ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് സിനിമ ഏത് സഞ്ചരിക്കുന്നു, എവിടെ നോ പറയണം, എങ്ങനെയൊക്കെ സഞ്ചരിക്കണം, അവർക്ക് അവരുടെ ആ കരിയറിനെ കുറിച്ച് നല്ല പ്ലാനിങ് ഉണ്ട്. അതൊക്കെ കൂടിയിട്ട് എല്ലാം കൂടിയാണ് ഇന്നുള്ള തലമുറ സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ പണ്ട് കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ പണ്ട് കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം നമ്മളെ പിടിച്ചു കുലിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു കുലിക്കുകയല്ല, ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് സിനിമകൾ കൊടുക്കുകയും ഒരുപാട് യുവാക്കളുടെ ഹരമായി മാറുകയും ജയഭാരതി സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസമില്ല, 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷെ അവർ ഭയങ്കര സൗന്ദര്യമുള്ള സ്ത്രീയാണ്, നല്ലതായിട്ട് ഡാൻസ് ചെയ്യും, സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സിനിമയിലേക്ക് എൻട്രി ആവും, സിനിമയിൽ അഭിനയിക്കുന്നു, സക്സസ്ഫുൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരുകളുടെ എഴുതാനും വായിക്കാനും അറിയാൻ മേഖല തന്നെ പറ്റിക്കുമോ, തന്റെ റെമുനേഷനുകൾ ചോദിച്ചു മേടിക്കും, അതൊന്നും ജയഭാരതിക്ക് വലിയ ഗ്രാഹ്യമില്ലാണ്. അപ്പൊ സിനിമയിൽ എപ്പോഴും ഒരു ബുദ്ധിയുള്ള ആൾ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് പരിചയമില്ലെങ്കിൽ സിനിമയിൽ അത്യാവശ്യം ഹോൾഡ് ഉള്ള ഒരാളെ നമ്മുടെ കൈക്കലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം. ഇപ്പൊ ജയഭാരതിയും തന്റെ വിദ്യാഭ്യാസക്കുറവും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ ഒരാളെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ സുപ്രിയ പ്രൊഡക്ഷന്റെ ഹരിപ്പോത്ത്. ഹരിപ്പോത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയഭാരതി ഒരു ഗോഡ് ഫാദർ പോലെയാണ്. ജയഭാരതിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, റെമുനേഷനൊക്കെ പുള്ളിയാണ് നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ജയഭാരതിയുടെ കരിയറിൽ ഹരിപ്പോത്തിനെ പോലെ ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ ഒരു ലിവിങ് ടുഗദർ പോലെ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ അടി പതറാണ്ട് ജയഭാരതി ആ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിൽക്കാൻ കാരണം പലരും ഇങ്ങനെയുള്ള ഗോഡ് ഫാദേഴ്സ് ഇല്ലാണ്ട് വരുമ്പോൾ പല പല രീതികളിലും ചെന്ന് പെടുകയും പിന്നെ സിനിമ ഇൻഡസ്ട്രി തന്നെ ഔട്ടായി പോവുകയും പിന്നീട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ജയഭാരതി അവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും താൻ ഈ മേഖലയിൽ പിടിച്ചിരിക്കുകയും തനിക്ക് ഈ മേഖലയുമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കൂടെ വേണം, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറഞ്ഞാണ് സുപ്രിയ പ്രൊഡക്ഷന്റെ ഹരിപ്പോത്തിന്റെ കൂടെ ലിവിങ് ടുഗദർ പുള്ളിക്കാരി ജീവിക്കാൻ തയ്യാറാവുകയും പിന്നീട് ആ ബന്ധം മുന്നോട്ട് പോവുകയും ജയഭാരതി സിനിമയിലും സക്സസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വം ഒരു സിനിമ ഇൻഡസ്ട്രി വരികയും തന്റെ പരിമിതികളെ മനസ്സിലാക്കിയിട്ട് അവിടെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മളെ കാണിച്ചത് നടിയാണ്. അപ്പൊ ബ്യൂട്ടി മീൻസ് ബോൾഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഉള്ള വ്യക്തിയാണ് ജയഭാരതി. പിന്നീട് ഹരിപ്പോത്തിനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയും പിന്നീട് സത്താറെ കല്യാണം കഴിക്കുകയും അതും വേണ്ടത്ര നല്ല രീതിയിൽ പോകാതെ ഇപ്പോൾ അത് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ താൻ ആഗ്രഹിച്ച ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ തന്റെ ബുദ്ധി കൊണ്ട് ആ മേഖലയെ എങ്ങനെ കീഴടക്കണം, ആ മേഖലയെ എങ്ങനെ നിൽക്കണം, നമ്മൾ എങ്ങനെ ചൂഷണപ്പെടാതിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ജയഭാരതിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ഗോഡ് ഫാദേഴ്സ് നമുക്ക് വേണം. പ്രത്യേകിച്ച് നായികമാരൊക്കെ സിനിമ ഇൻഡസ്ട്രി കടന്നു വരുമ്പോൾ നമ്മൾ വഴി നടത്താനൊക്കെ ആളിലൊക്കെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് ചാടുന്നതും നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെ തെറ്റായ വഴികളിലൂടെ ആയിരിക്കും. അപ്പോൾ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അത്ര നല്ല ഇൻഡസ്ട്രി അല്ലാതെ ഇവിടെ ഒരുപാട് ചതിക്കുഴികളുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ഇൻഡസ്ട്രി വരണേ. വന്നതിന് ശേഷം നമ്മളിവിടെ എങ്ങനെ നിലനിൽക്കണം, അത് നമ്മൾ ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ട് സിനിമ ഇൻഡസ്ട്രി വരിക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജയഭാരതി എന്ന് പറഞ്ഞ ആക്ട്രസ്. അപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട്